ഡോക്ടർ, ഈ സൈനസൈറ്റിസ് പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ കഴിയുമോ? അതുകൂടാതെ ഈ സൈനസൈറ്റിസ് ഉള്ളവർ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ആദ്യം ഇങ്ങനത്തെ നമ്മൾ പറഞ്ഞ ഓൾറെഡി സിംറ്റംസ് ഉണ്ടെങ്കിൽ ആദ്യം പേഷ്യൻസ് വന്ന് ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. ആ ടെസ്റ്റുകളിൽ മിക്കവാറും ബ്ലഡ് ടെസ്റ്റ്സ് ഉണ്ട്. അതിൽ നമ്മൾ ബ്ലഡിലുള്ള അലർജി ലെവൽസ് എങ്ങനെയുണ്ട്, അത് കൂടുതലാണോ എന്താണുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സ്കിന്നിൽ ചെയ്യുന്ന ഒരു സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അത് നമുക്ക് എന്തൊക്കെ ഫുഡിലാണോ അലർജൻ അല്ലെങ്കിൽ ഡസ്റ്റിൽ അലർജി കൂടുതലുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കേണ്ടി വരും. പിന്നെ പേഷ്യൻസിന് ഇത് ചെയ്തിട്ട് പേഷ്യൻസിന് ഒരു എൻഡോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതൊരു ക്യാമറ ടെസ്റ്റാണ്. മൂക്കിൻ്റെ അകത്ത് ഒരു ക്യാമറ വെച്ച് മൂക്കിൻ്റെ അകത്തുള്ള ദ്വാരങ്ങൾ എന്തെങ്കിലും അടപ്പുണ്ടോ, പാളവളവുണ്ടോ, ദശയുണ്ടോ, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ CT സ്കാൻ, കോമൺലി എല്ലാവർക്കും മൂക്കിൻ്റെ ഒരു CT സ്കാൻ ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞ ഈ എല്ലാ സൈനസസും CT സ്കാനിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ എന്തെങ്കിലും അടപ്പുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ആവും. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മൂക്കിലടിക്കാനുള്ള നോസ് സ്പ്രേ തരും. പിന്നെ നോസ് ഡ്രോപ്സ്, മൂക്ക് തുറക്കാനുള്ള ഡ്രോപ്സ് തരും. പിന്നെ കഫം അലിഞ്ഞു പോകാനായിട്ടുള്ള മെഡിസിൻസ് തരും. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ചിലപ്പം ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ആദ്യം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ ശരിയാവാതെ പേഷ്യൻസിലാണ് ഈ സർജറി പറയുന്നത്. അപ്പോൾ സർജറി വിൽ ബി ദ സെക്കൻഡ് സ്റ്റെപ്പ്. സർജറിയിൽ നമ്മൾ മൂക്കിനകത്ത് ക്യാമറ ഉപയോഗിച്ചിട്ട് ഒരു മുറിവോ സ്റ്റിച്ചസോ ഒന്നും ഇല്ലാത്ത നമുക്ക് കീ ഹോൾ സർജറി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ പാളം നേരാക്കാൻ പറ്റും. പിന്നെ ഈ ദശ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തു കളയാം. പിന്നെ മൂക്കിൻ്റെ ദ്വാരങ്ങൾ വലുതാക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ പ്രോബ്ലംസ് ഇടയ്ക്കിടയ്ക്ക് ഒന്നും ഉണ്ടാവാതിരിക്കും. പിന്നെ അലർജീസ് അവോയ്ഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ.